പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരെ അമ്മയുടെ സുഹൃത്ത് ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അയ്യമ്പുഴ സ്വദേശി ടാക്സി ഡ്രൈവർ ധനേഷാണ് എറണാകുളം കുറുപ്പുംപടിയിൽ പിടിയിലായത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10-12 വയസ്സുള്ള കുട്ടികളെയാണ് ഇയാൾ 2 വർഷത്തിലേറെയായി ലൈംഗിക പീഡനത്തിനിരയാക്കിയത്. കുട്ടികളുടെ അമ്മയുമായിട്ടുണ്ടായിരുന്ന സൗഹൃദം ഇയാൾ മുതലെടുത്തു. തുടർന്ന് കുട്ടികളെ നിരന്തരം പീഡിപ്പിച്ചു. സംഭവത്തിൽ കുട്ടികളുടെ അമ്മയുടെ പങ്കും പരിശോധിച്ചു വരികയാണ് എന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായി 10-12 വയസ്സുള്ള സഹോദരിമാർക്ക് നേരെ തുടരുന്ന പീഡനം അധ്യാപികയുടെ ഇടപെടലിനെ തുടർന്നാണ് പുറത്തറിഞ്ഞത്. ഈ പെൺകുഞ്ഞുങ്ങളുടെ അച്ഛൻ മരിച്ചു. അച്ഛൻ രോഗിയായിരുന്ന കാലത്ത് ധനേഷിന്റെ ടാക്സിയിലാണ് അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നത്. ആ സമയത്ത് ഇയാൾ ഒരു സഹായിയായി കൂടി. പെൺകുട്ടികളുടെ അമ്മയുമായി ഇയാൾ പരിചയമുണ്ടാക്കി. കുഞ്ഞുങ്ങളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ പരിചയം സൗഹൃദമായി വളർന്നു. പിന്നീട് ലിവിംഗ് ടുഗദർ പോലെയുള്ള ബന്ധമായി എന്നാണ് ധനേഷ് കുമാർ തന്നെ പറയുന്നത്. കുറുപ്പംപടിയിലെ വാടക വീട്ടിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. ധനേഷ് കുമാർ എല്ലാ ആഴ്ചയും വീട്ടിലെത്തും. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ തങ്ങും. അങ്ങനെ എത്തുന്ന സമയത്താണ് 2023 മുതൽ കുഞ്ഞുങ്ങളെ ഇയാൾ ശാരീരികമായി ഉപയോഗിച്ചിരുന്നത്. കുട്ടികളെ 2 വർഷം നിരന്തരം പീഡിപ്പിച്ചിട്ടും താനൊന്നും അറിഞ്ഞില്ല എന്ന അമ്മയുടെ നിലപാട് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. അമ്മയുടെ അറിവോടുകൂടിയാണോ നിരന്തരമായി പീഡനം നടന്നത് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പീഡനത്തിനിരയായി എന്ന് പീഡിപ്പിക്കപ്പെട്ട ഒരു കുട്ടി സഹപാഠിക്ക് എഴുതി നൽകിയിരുന്നു. ഈ കുറിപ്പ് കാണാനിടയായ അധ്യാപികയാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പെൺകുട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് സുഹൃത്തുക്കളായ മറ്റു ചില പെൺകുട്ടികളുടെ ഫോട്ടോ ഈ ധനേഷ് കണ്ടിരുന്നു. കൂടെയുള്ള സുഹൃത്തുക്കളെ പരിചയപ്പെടുത്തണമെന്ന് 12 വയസ്സുള്ള കുട്ടിയോട് ഇയാൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. കുട്ടി ആദ്യം വഴങ്ങിയില്ല, പക്ഷേ അയാൾ പിന്നീട് നിർബന്ധമായി. അങ്ങനെയിരിക്കെ മൂത്ത കുട്ടിയായ 12-കാരി തന്റെ സുഹൃത്തിന് ഞങ്ങളുടെ അച്ഛന് നിന്നെ ഒന്ന് കാണണമെന്ന ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞൊരു കത്ത് നൽകി. വീട്ടിലേക്ക് വരണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. 2ാം അച്ഛൻ എന്ന രീതിയിലാണ് ധനേഷ് കുമാർ കുട്ടികളുടെ വീട്ടിലെത്തിയിരുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഈ കുട്ടി സുഹൃത്തിനയച്ച കത്തിലും പറഞ്ഞിരുന്നത്. ഈ കത്താണ് അധ്യാപിക കാണുന്നതും പോലീസിനെ വിവരം അറിയിക്കുന്നതും. ഈ അധ്യാപികയ്ക്ക് ആദ്യം ചില സംശയങ്ങൾ തോന്നി. തുടർന്ന് നടത്തിയ സംഭാഷണത്തിലാണ് പെൺകുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. സുഹൃത്തിന്റെ അമ്മ ഇതേ സ്കൂളിലെ അധ്യാപികയാണ്. ഈ കത്ത് അധ്യാപികയുടെ കയ്യിലെത്തുകയും ഇവരത് പോലീസിന് കൈമാറുകയുമായിരുന്നു. തുടർന്നാണ് പോലീസിന് സംശയം തോന്നുകയും കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തത്. അങ്ങനെ ഈ സംഭവം പുറം ലോകം അറിഞ്ഞു. മൂത്ത പെൺകുട്ടിയുടെ മൊഴി പോലീസ് ശേഖരിക്കുന്നതിനിടെയാണ് പീഡനത്തിന്റെ ക്രൂര മുഖം പുറത്തറിഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ 38 വയസ്സുള്ള അയ്യമ്പുഴ സ്വദേശിയായ ടാക്സി ഡ്രൈവർ ധനേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു.